പപ്പുമോന് പണിപാളി. ഈ ഒരു വാചകം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ അലയടിക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ സഖ്യത്തെ മൊത്തം പ്രതിരോധത്തിലാക്കി സ്വന്തം ഗ്രൂപ്പിനെ തള്ളിപ്പറഞ്ഞ് മാസാവാൻ നോക്കിയിരിക്കുകയാണ് നമ്മുടെ രാഹുൽ ഗാന്ധി. അതോടെ എട്ടിന്റെ പണിയാണ് കിട്ടിയത്. സംഭവം എന്താണെന്നല്ലേ? പാർലമെന്റിന്റെ നിർണായകമായ മൺസൂൺ സമ്മേളനം അടുത്തിരിക്കെ പ്രതിപക്ഷ ഐക്യത്തിന് കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ ആ പ്രസ്താവനയും അതിനെ തുടർന്നുള്ള വിവാദങ്ങളുമാണിത്. നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. രാഹുലിന്റെ വിവാദ പ്രസ്താവന കോട്ടയത്ത് ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് എത്തിയപ്പോഴാണ്. എന്റെ പോരാട്ടം RSSനും CPIഎമ്മിനും എതിരാണ്, ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു ഇത്. കേരളത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും എതിരാളികളാണെന്നത് ശരിയൊക്കെ തന്നെയാണ്. പക്ഷേ ദേശീയ തലത്തിൽ അങ്ങനെയല്ല. BJPക്കെതിരെ ഒന്നിച്ചു നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തിലെ വിശ്വസ്ത സഖ്യ കക്ഷികളാണ് CPഎമ്മും CPIയും. ഈ ഒരു യാഥാർത്ഥ്യം മറന്നുകൊണ്ടുള്ള രാഹുലിന്റെ വാക്കുകൾ സഖ്യത്തിനുള്ളിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. ഇന്ത്യ സഖ്യത്തിൽ ഉയർന്ന വിമർശനം പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി ചേർന്ന ഇന്ത്യ ബ്ലോക്കിലെ 24 പ്രതിപക്ഷ പാർട്ടികളുടെ ഓൺലൈൻ യോഗത്തിൽ ഈ വിഷയം തീപ്പൊരി ചർച്ചയായി. രാഹുൽ ഗാന്ധിയുടെ പേര് നേരിട്ട് പറയാതെ തന്നെ CPI നേതാവ് D രാജ ഈ വിഷയം ഉന്നയിച്ചു. ഇടതുപക്ഷത്തിനെതിരായ ഇത്തരം പ്രസ്താവനകൾ രാജ്യത്തുടനീളമുള്ള കേഡർമാർക്ക് തെറ്റായ സൂചനകൾ നൽകുമെന്നും ഇത് ഒഴിവാക്കണമെന്നും അദ്ദേഹം ശക്തമായി ആവശ്യപ്പെട്ടു. നിർണായകമായ ഒരു പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി രാഹുൽ ഗാന്ധി നടത്തിയ ഈ RSS CPM സമവാക്യം നിരവധി നേതാക്കളെ നിരാശരാക്കിയിട്ടുണ്ട്. സാമ്പത്തിക വികസനത്തിന്റെ കാര്യത്തിൽ സർക്കാരിനെ ആക്രമിക്കുന്നതിന് പകരം BJPയെ പോലെ സംസാരിക്കുന്നത് അന്യായമാണെന്നാണ് ഇടത് നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത്. CPMന്റെ രൂക്ഷ വിമർശനം CPM രാഹുൽ ഗാന്ധിക്കെതിരെ നേരത്തെ തന്നെ ശക്തമായി രംഗത്തെത്തിയിരുന്നു. കേരളത്തിൽ വരുമ്പോൾ രാഹുൽ ഗാന്ധി RSSന് വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്നാണ് CPM കുറ്റപ്പെടുത്തിയത്. RSSനെയും CPMനെയും തുല്യമാക്കുന്ന അദ്ദേഹത്തിന്റെ അസംബന്ധവും അപലപനീയവുമായ പരാമർശത്തിൽ കേരളത്തിൽ RSSനെതിരെ പോരാടുന്നത് ആരാണെന്ന് രാഹുൽ ഗാന്ധി മറക്കുന്നു എന്ന് പാർട്ടി പ്രസ്താവനയിൽ പറഞ്ഞു. കേരളത്തിൽ കോൺഗ്രസും RSSും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ പരസ്പരം മത്സരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി കേരളത്തിൽ പ്രവേശിച്ചയുടനെ ഈ ഭാഷ ഏറ്റെടുക്കുന്നുവെന്നും CPM വിമർശിച്ചു. CPMന്റെ MP ആയ ജോൺ ബ്രിട്ടാസിന്റെ വാക്കുകൾ ഇതിലും രൂക്ഷമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശങ്ങൾ നിർഭാഗ്യകരമാണെന്നും ഇത് പ്രതിപക്ഷ സഖ്യത്തിന്റെ ഐക്യത്തെ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ രാജ്യത്തെ ഏതൊരു രാഷ്ട്രീയക്കാരനും അത്തരമൊരു പ്രസ്താവനയെ അപലപിക്കും. RSSനെതിരെ പല്ലും നഖവും ഉപയോഗിച്ച് പോരാടുക എന്ന ഞങ്ങളുടെ ദൗത്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം RSSനെ നേരിടുക എന്നതായിരിക്കണം എന്ന് ബ്രിട്ടാസ് കൂട്ടിച്ചേർത്തു. ഇത്തരം അശ്രദ്ധവും നിരുത്തരവാദവുപരമായ പരാമർശങ്ങളിൽ നിന്ന് രാഹുൽ വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചുരുക്കത്തിൽ ദേശീയ തലത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ട സന്ദർഭത്തിൽ സ്വന്തം ഗ്രൂപ്പിനെ മാത്രം നോക്കി രാഹുൽ ഗാന്ധി നടത്തിയ ഈ പ്രസ്താവന ഇന്ത്യ സഖ്യത്തിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് BJPയെ സംബന്ധിച്ച് നല്ലൊരു കാര്യവുമാണ്. പ്രതിപക്ഷ ഐക്യത്തിന് ഉലച്ചിൽ വരുത്തുകയും ചെയ്യുമോ എന്ന് എന്തായാലും ഇതിലൂടെ കണ്ടറിയണം. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമോ അതോ രാഹുൽ ഗാന്ധി തന്റെ നിലപാടിൽ മാറ്റം വരുത്തുമോ എന്ന് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവന ശരിയായിരുന്നു? എന്ത് തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ കുറിക്കൂ. പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.